അങ്ങനെ സ്പെഷ്യൽ ബാച്ചിലർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് നമ്മളിതിനെ ബാച്ചിലർ ബിരിയാണി എന്ന് വിളിക്കുന്നത്. വീട്ടിലെ രുചിയിലെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് സ്പെഷ്യൽ ബാച്ചിലർ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഇനി നേരെ അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ബിരിയാണിക്ക് ആവശ്യമായുള്ള റൈസ് നമ്മൾ ആദ്യമേ തന്നെ കുക്ക് ചെയ്യാൻ പോവാണ്. അതിനായി 4 കപ്പ് അരമണിക്കൂറോളം കുതിർത്തി വെച്ചിരിക്കുന്ന ബസ്മതി റൈസും അതേ കപ്പിൽ 6 കപ്പ് ചൂടുവെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 6 കറയാമ്പൂ, ഒരു വലിയ കഷ്ണം പട്ട പൊട്ടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ചേർത്ത് റൈസിനെ 3/4 ഭാഗത്തോളം വേവിച്ചെടുക്കാം. ഇനി ചിക്കനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി 1 കപ്പ് കേട്, 3 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 2 ടീസ്പൂൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്, 2 വലിയ സവാള ഫ്രൈ ചെയ്തെടുത്തത്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിയില, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചിക്കനോട് കൂടി നന്നായി ഒന്ന് തിരുമ്മിക്കൂട്ടാം. ഈ സമയത്ത് റൈസ് 3/4 ഭാഗത്തോളം വെന്ത് റെഡിയായിട്ടിരിക്കുവാണ്. ഇനി ഇതിനെ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലോട്ട് ലെയറായിട്ട് സെറ്റ് ചെയ്യാം. ബിരിയാണിയെ നമ്മൾ ദം ചെയ്തെടുക്കാൻ പോവാണ്. അതിനായി റൈസിൻ്റെ ഒരു ലെയർ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള നെയ്യും 2-3 പച്ചമുളകും കുറച്ച് മല്ലിയിലയും പുതിനയിലയും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി റോസ് വാട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും അതേ ലെയർ അതിന് മുകളിലായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ 20 മിനിറ്റോളം മൂടി വെച്ച് ദം ചെയ്തെടുക്കാൻ പോവാണ്. അതിൽ ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നത്തെ 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലുമാണ് നമ്മൾ ദം ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ 20 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. താഴത്തെ ചിക്കനും മുകളിലത്തെ റൈസും കൂടി നന്നായിട്ട് ഒന്ന് ചേർത്ത് ഇളക്കി കൂട്ടി വീണ്ടും ഒരു 10 മിനിറ്റും കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചിക്കൻ എല്ലാം വെന്ത് നല്ല ഫ്ലേവർ എല്ലാം പുറത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാച്ചിലർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബാച്ചിലർ ബിരിയാണി, അതായത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.